പിന്നെ പൂർണ്ണ വിവരങ്ങൾ പൊന്മുണ്ടം പ്രീമിയർ ലീഗിന് നൽകേണ്ടതുണ്ട്. ആദ്യമായി ശംസീർ, നാമങ്ങൾ നിങ്ങൾക്ക് നൽകാം. ഫിനിക്സ് നൈറ്റ് മാനേജർ ഷെരീഫ്. നമ്മുടെ ലാലപ്പി സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാ ടീമിനും അനുവദിച്ച തുക എന്ന് പറഞ്ഞത് 1000 മില്യൺ ആണ്. അപ്പോൾ അതിൽ ഗോൾഡ് പ്ലേയേഴ്സിന് 50 മില്യണും സിൽവർ പ്ലേയേഴ്സിന് 30 മില്യണ്, ബ്രോൺസ് പ്ലേയേഴ്സിന് 20 മില്യൺ എന്നിങ്ങനെയാണ് കാറ്റഗറി. ഇതിന് വേണ്ട പ്രൈസ് എന്ന് പറഞ്ഞത് 250 മില്യൺ ആണ്. അതിൽ ഒരു ഗോൾഡ് പ്ലെയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവനക്ക് പിന്നെ ബാക്കി വരേണ്ടത് 230 മില്യണും, 2 ഗോൾഡ് പ്ലെയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 150 മില്യണും, പിന്നെ ഒരു സിൽവർ പ്ലെയർ എടുക്കുകയാണെങ്കിൽ 150 മില്യണും. അങ്ങനെയാണ് ഇത് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാത് മാനേജർമാരത് ശ്രദ്ധിക്കുക. പിന്നെ പ്ലേയേഴ്സിനെ ക്രിയേറ്റ് ചെയ്യലും തണ്ടർ ഹോക്സ് അവർ ലേലത്തിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഷാഡോസ് കയറി വിളിച്ചിട്ടുണ്ട്. 45 മില്യൺ ആണ്. ആസിഫ് 45 മില്യൺ. ഫയർ സ്ട്രോം 60 മില്യൺ. ഷാഡോസ് ഫോണിക്സ് ഇതുവരെ ഓപ്ഷനിലേക്ക് എൻ്റർ ചെയ്തിട്ടില്ല. തണ്ടർ ഹോക്സ് വീണ്ടും എൻ്റർ ആയിട്ടുണ്ട്. ഷാഡോസ് വീണ്ടും വന്നിട്ടുണ്ട്. 130 മില്യൺ. ആസിഫ് 130 മില്യൺ. ആസിഫ് 130 മില്യൺ. ആസിഫ് 130 മില്യൺ 2 തരാം. ആസിഫ് 130 മില്യൺ 3 തരാം. സോൾഡ്. $30 മില്യൺ. ഫോണിക്സ് നൈറ്റ് 45 മില്യൺ. തണ്ടർ ഹോക്സ് 60 മില്യൺ. ഫാസ്റ്റോംസ് വീണ്ടും ലേലത്തിലേക്ക് വന്നിരിക്കുന്നു. 70. ഫിനിക്സ് 120 മില്യൺ. സെയ്യർ SRK 120 മില്യൺ. 130 മില്യൺ. ഫാസ്റ്റോം 130 മില്യൺ. 130 മില്യൺ. തണ്ടർ ഹോക്സ് 140 മില്യൺ. ഫയർസ്റ്റോം 180 മില്യൺ. 150 മില്യൺ. സെയ്യർ SRK 190 മില്യൺ. ഫോണിക്സ് 200 മില്യൺ. അങ്ങനെ നമ്മളിതിൽ 200 മില്യണിലേക്ക് കടന്നിരിക്കുന്നു. 200 മില്യൺ ഫോണിക്സ്. തണ്ടർ ഹോക്സ് 210 മില്യൺ. എല്ലാവരും ശ്രദ്ധിക്കുക, ഫസ്റ്റ് ലേലം വിളിയാണ്. അപ്പോൾ അവരുടെ കയ്യിലുള്ള ക്യാഷ് നന്നായിട്ട് വിനിയോഗിക്കാൻ ശ്രമിക്കുക. 210 മില്യൺ. വില കയറ്റി പറയരുത്. സോ ലേലത്തിലേക്ക് പ്ലെയറെ വെക്കുകയാണ്. 2 കീപ്പറെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ബാധ്യത വെച്ച് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ സുഫാൻ കീപ്പർ എന്നുള്ളതിൽ ലേലത്തിലേക്ക് വരികയാണ്. കീപ്പർ ഒറ്റ കീപ്പർ തന്നെ ഉള്ളൂ. പക്ഷേ നമ്മളെ ഡിഫൻസിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ഒക്കെ കീപ്പർ നിൽക്കുന്നവരാണ്. അങ്ങനെ അത് കാറ്റഗറി മാറും. നമ്മൾ കീപ്പർ മാത്രമായതുകൊണ്ട് ബ്രോൺസിലോ